തിരുവനന്തപുരം മരുവിക്കര പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. തീപിടുത്തത്തിൽ 50 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. അരുവിക്കര പഞ്ചായത്തിലെ 20 വാർഡുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനമാണ് കത്തി നശിച്ചത്. വൈദ്യുതി കണക്ഷനില്ലാത്ത കെട്ടിടത്തിലെ ഫർണിച്ചറുകൾ, രേഖകളടങ്ങിയ ഫയലുകൾ, ശേഖരിച്ച മാലിന്യങ്ങൾ, കക്കൂസ് മുറികൾ, ടൈൽസുകൾ തുടങ്ങിയവ കത്തി നശിച്ചു. കെട്ടിടം മുഴുവനായി വിണ്ടുകീറി. നിരവധി തവണ സാമൂഹിക വിരുദ്ധരുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങളിത് തുടങ്ങിയിട്ട് 5 വർഷമാണ്. 5 വർഷത്തിനിടയ്ക്ക് ഇവിടെ 40 പേര് വരും പോവും. ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് എടുക്കും കൊടുക്കും, ഇങ്ങനെ വെക്കും. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഈ മുറിയുടെ ഗ്ലാസ് തുറന്നാണ് അവർ ഗ്ലാസ് വയ്ക്കുന്നത്. ജനൽ തുറന്നിട്ട് അതിനകത്ത് വയ്ക്കും. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇതിനകത്ത് 4-5 ആളുകൾ നിരന്തരം കൂടിയാണ് ജോലി. ഇവിടെ വന്നിരുന്ന് ഞങ്ങളിത് സെഗ്രിഗേഷൻ നടത്തി വെച്ചാൽ പ്ലാസ്റ്റിക് വാർഡുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവച്ചാൽ തരംതിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ റൂമുകളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇരുന്ന് ഉച്ചയാകുമ്പോൾ ഞങ്ങൾക്ക് ബാത്റൂം പോകാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ കൂടിയാണ് നടക്കുന്നത്. തൊട്ടടുത്തായി വില്ലേജ് ഓഫീസും മൃഗാശുപത്രിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ശുചിത്വ മിഷൻ പദ്ധതി പ്രകാരം 2020 നിർമ്മിച്ച കെട്ടിടത്തിനാണ് ഈ അവസ്ഥ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.